ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറേ ആയില്ലേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ കലിയുഗത്തിനെ കുറിച്ച് പഞ്ചപാണ്ഡവർക്ക് വലിയൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് യുദ്ധമൊക്കെ കഴിഞ്ഞ് പഞ്ചപാണ്ഡവരെല്ലാവരും ചേർന്ന് ഭഗവാനോട് ചോദിക്കുകയാണ് ഇനി അടുത്ത യുഗം എന്താണ് എന്ന്. അപ്പൊ ഭഗവാൻ പറയാണ് കലിയുഗമാണ് അടുത്തത് എന്ന്. അപ്പോഴാണ് ഈ പഞ്ചപാണ്ഡവർക്ക് എന്താണ് കലിയുഗം, എങ്ങനെ ആയിരിക്കും കലിയുഗം, കലിയുഗത്തില് മനുഷ്യന്റെ സ്വഭാവവും ജീവിത രീതിയും ഒക്കെ എന്തായിരിക്കും എന്ന കാര്യത്തില് വളരെയധികം ആശങ്ക തോന്നിയിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എന്ന് ഭഗവാനോട് അവർ 5 പേരും ചോദിക്കുകയാണ്. അപ്പൊ അവർ 5 പേർക്കുമായിട്ട് കലിയുഗത്തിനെ കുറിച്ച് ഭഗവാൻ വലിയൊരു ഐഡിയ കൊടുക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഭഗവാൻ കലിയുഗത്തെ കുറിച്ച് പറഞ്ഞതെന്നും എന്താണ് ഭഗവാൻ കലിയുഗത്തെ കുറിച്ച് പറഞ്ഞത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അധികം താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുരുക്ഷേത്ര യുദ്ധം ജയിച്ചതിന് ശേഷം പാണ്ഡവർ 5 പേരും ചേർന്ന് ഹസ്തിനപുരി ഭരിക്കുന്ന സമയമാണ്. ഹസ്തിനപുരി എന്ന് പറയുന്നത് യുധിഷ്ഠിരന്റെ ഭരണത്തിൽ ഒരു ധർമ്മപുരി തന്നെ ആയിരിക്കുകയാണ്. ധർമ്മവും നീതിയും ന്യായവും ഒക്കെ വിളയാടുന്ന സ്ഥലമായി ഹസ്തിനപുരി എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ നിന്ന് ഹസ്തിനപുരിയിലേക്ക് വരികയാണ്. അങ്ങനെ അതാ കോട്ടവാതിലിന് മുന്നിൽ പഞ്ചപാണ്ഡവർ അങ്ങനെ നിരന്ന് നിൽക്കുകയാണ് ഭഗവാനെ സ്വീകരിക്കാനായിട്ട്. അപ്പൊ അവരങ്ങനെ ഭഗവാനെ സ്വീകരിച്ച് ആനയിച്ച് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. വളരെ വലിയ സ്വീകരണത്തിനൊക്കെ ശേഷം വലിയ രീതിയിൽ വിപുലമായിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പഞ്ചപാണ്ഡവര് ഭഗവാനായിട്ട്. കാരണം ഈ യുദ്ധം ജയിക്കാൻ തന്നെ ഏറ്റവും വലിയ കാരണഭൂതൻ എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അല്ലെ. അപ്പൊ അവരുടെയൊക്കെ ഒരു മെന്റർ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവര് ഭഗവാനെ കാണുന്നത്. അപ്പൊ അങ്ങനെ വലിയ രീതിയിലുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയതിനു ശേഷം അവർ 5 പേരും ഭഗവാനെ ചുറ്റും ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അതായത് ഇനി അടുത്തത് എന്താണ്, അടുത്ത യുഗം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ യുധിഷ്ഠിരൻ ഭഗവാനോടായിട്ട് ചോദിക്കുകയാണ്. അപ്പോ ഭഗവാൻ അതിന് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ഉത്തരവുണ്ട്. അടുത്ത യുഗം എന്ന് പറയുന്നത് കലിയുഗമാണ്. കലിയുഗത്തിൽ നീതിക്കും ന്യായത്തിനും ധർമ്മത്തിനും ഒന്നും ഒരു സ്ഥാനവും ഉണ്ടാവില്ല. കള്ളത്തരങ്ങളും കപടത്തരങ്ങളും മാത്രമായിരിക്കും ഭൂമിയിൽ പൂണ്ട വിളയാടുന്നത്. അതുകൊണ്ട് തന്നെ കലിയുഗത്തിൽ ഭഗവാൻ അത്രമേൽ വലിയ ഭക്തർക്കും അത്രമേൽ വലിയ ധർമ്മിഷ്ഠർക്കും മാത്രമേ പ്രത്യക്ഷ ദർശനം പ്രദാനം ചെയ്യുകയുള്ളൂ എന്ന്. ഇത് കേൾക്കുന്ന മറ്റു പാണ്ഡവർക്കൊക്കെ തോന്നുകയാണ് എങ്ങനെയാണ് ഒരു യുഗം നീതിയും ന്യായവും ധർമ്മവും ഒന്നുമില്ലാതെ മുന്നോട്ട് പോവുക, എന്തായിരിക്കും ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ചെയ്യുക എന്നൊക്കെ ഈ പാണ്ഡവര് ഭഗവാനോടായിട്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരികയാണ്. ഇവരുടെ ചോദ്യങ്ങളും ആകാംക്ഷയും വളരെ വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ എല്ലാവർക്കും കൂടെ ഒരു വലിയ ടാസ്ക് കൊടുക്കുകയാണ്. ഭഗവാൻ അവരോടായിട്ട് പറയുന്നുണ്ട് കലിയുഗത്തെ പറ്റി വർണ്ണിക്കുക എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ് എന്നത്. കാരണം അത്രമേൽ സംഭവങ്ങളും അത്രമേൽ കാര്യങ്ങളാണ് കലിയുഗത്തിൽ നടക്കാറുള്ളത്. വ്യക്തികളുടെ ജീവിതവും മനസ്സും ചിന്താഗതിയും ഒക്കെ വളരെയധികം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഭഗവാൻ അവർക്ക് നിങ്ങളത് സ്വയം തന്നെ മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു വലിയ ഒരു കർത്തവ്യം അവരെ ഏൽപ്പിക്കുകയാണ്. അതായത് ഭഗവാൻ 5 അമ്പുകൾ എടുത്ത് 5 ദിക്കിലേക്കായിട്ട് വലിച്ചെറിയുകയാണ്. എന്നിട്ട് പഞ്ചപാണ്ഡവരോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു ഈ 5 സ്ഥലങ്ങളിൽ പോയിട്ട് ഈ അമ്പുകളെ നിങ്ങൾ ഓരോരുത്തരും ശേഖരിച്ചു കൊണ്ടുവരണം എന്ന്. എന്നിട്ട് ഈ അമ്പുകൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എന്ത് കാഴ്ചയാണോ കാണുന്നത് ആ കാഴ്ച എന്നോട് വന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഭഗവാന്റെ ആജ്ഞപ്രകാരം ഇവരെല്ലാവരും തയ്യാറായിട്ട് നിന്നു. അത്രമേൽ ആകാംക്ഷയുണ്ട് കേട്ടോ എല്ലാവരുടെയും മനസ്സിൽ ഭഗവാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതെന്ന്. പക്ഷെ എല്ലാവർക്കും അറിയാം ഭഗവാൻ എന്തെങ്കിലും അവരോട് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കർത്തവ്യം അവരിൽ ഏൽപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു ഉദ്ദേശമുണ്ടാവുമെന്നും അതിൻ്റെ ആ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കുമെന്നും അവർക്ക് 5 പേർക്കും വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അവർ 5 പേരും തയ്യാറായി തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഭഗവാൻ പറയുന്നത് പോലെ 5 അമ്പുകൾ ഭഗവാൻ 5 ദിക്കിലേക്കായിട്ട് എറിയുകയാണ്. അങ്ങനെ പഞ്ചപാണ്ഡവരെല്ലാവരും ചേർന്ന് ഈ 5 ഭാഗത്തേക്കായിട്ട് ഓരോരുത്തരും ഓരോ ഭാഗത്തിലേക്ക് പോയിട്ട് ഈ അമ്പ് എവിടെയാണ്
വീണിരിക്കുന്നത് എന്ന് ശേഖരിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ 5 പേരും 5 ദിക്കിലേക്കായിട്ട് യാത്രയായി ഭഗവാന്റെ നിർദ്ദേശപ്രകാരം. അങ്ങനെ ആദ്യത്തെ ആളായ യുധിഷ്ഠിരൻ അമ്പ് തേടിയുള്ള യാത്രയിൽ കുറേ ദൂരമൊക്കെ നടന്നു. അപ്പോൾ അങ്ങനെ അമ്പ് കണ്ടെത്താനായിട്ട് സാധിച്ചു. അമ്പ് കണ്ടെത്തിയ സ്ഥലത്ത് അദ്ദേഹം കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരുന്നു. വളരെ വലിയൊരു ആന നിൽക്കുന്നുണ്ട്. എന്നാൽ ആ ആനയ്ക്ക് 2 തുമ്പിക്കൈയാണ് ഉള്ളത്. ഇത് കാണുന്ന യുധിഷ്ഠിരൻ ആകെ അന്തം വിട്ട് നോക്കുകയാണ്. അതായത് അദ്ദേഹത്തിന് കണ്ണിലൂടെ കാണുന്നത് ആനയെ തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും ജീവിയാണോ എന്നൊക്കെ യുധിഷ്ഠിരൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ ആനയെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ് യുധിഷ്ഠിരൻ. അങ്ങനെ യുധിഷ്ഠിരൻ വളരെയധികം ആശങ്കയോടുകൂടി ആ കാഴ്ച മനസ്സിൽ ശേഖരിച്ച് തിരിച്ച് ഹസ്തിനാപുരിയിലേക്ക് മടങ്ങുകയാണ്. ഇനി രണ്ടാമത്തെ ആളാണ് ഭീമസേനൻ. ഭീമസേനൻ കുറെ അലഞ്ഞതിന് ശേഷം അമ്പ് കണ്ടെത്താനായിട്ട് സാധിച്ചു. പക്ഷെ അദ്ദേഹം അമ്പ് കണ്ടെത്തിയ സ്ഥാനത്ത് അദ്ദേഹം കണ്ട കാഴ്ച എന്ന് പറയുന്നത് വളരെയധികം വ്യത്യസ്തമായിരുന്നു. അതായത് 5 കിണറുകൾ അദ്ദേഹം കാണുന്നുണ്ട്. അതായത് ഒരു കിണർ നടുക്കിലും ചുറ്റുമായി 4 കിണറുകൾ അദ്ദേഹം കാണുന്നുണ്ട്. ഈ 4 കിണറുകളിലും വെള്ളം ഇങ്ങനെ എന്താ പറയാ നിറഞ്ഞു കവിയുകയാണ്. പക്ഷേ ആ നടുക്ക് നിൽക്കുന്ന ആ ഒരു കിണറിൽ മാത്രം ഒരു തുള്ളി പോലും വെള്ളമില്ലാത്ത ഒരു അവസ്ഥ. ഈ കാഴ്ച കാണുന്ന ഭീമസേനന് വളരെയധികം അത്ഭുതം തോന്നുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യത പോലും ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അത്രമേൽ ആശങ്കയോടുകൂടി ആ കാഴ്ച ഭീമസേനൻ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ശേഖരിച്ച് തിരിച്ച് ഹസ്തിനാപുരിയിലേക്ക് യാത്രയായി. അടുത്തതായി അർജുനൻ, വളരെ വലിയ ധനുർധാരിയായ ഒരു വ്യക്തിയാണ് അർജുനൻ. അപ്പോൾ അദ്ദേഹം അമ്പ് തേടിയുള്ള യാത്രയിൽ അദ്ദേഹത്തിന് അമ്പ് കാണാനായിട്ട് സാധിച്ചു, കണ്ടെത്താനായിട്ട് സാധിച്ചു. അവിടെ അദ്ദേഹം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അതിവ്യത്യസ്തമായിരുന്നു. അതായത് അതിമധുരമായ ഒരു സംഗീതം, കുയിൽ നാദമാണ് കേൾക്കുന്നത്. അത്ര മധുരമായിട്ട് ആ കുയിൽ പാടുന്നുണ്ട്. പക്ഷേ ആ കുയിലിന്റെ പാട്ട് കേട്ട് ആ കുയിലിന്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ജീവനുള്ള ഒരു മുയലിനെ അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഈ കുയില് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിന്റെ കൊക്കില് ഓരോ അംശങ്ങൾ വെക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ തൊണ്ടയിൽ കൂടെ അതിമധുരമായിട്ടുള്ള സംഗീതങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടോണ്ട് നിൽക്കുന്ന അർജുനൻ ആകെ അതിശയിച്ചു പോയി. അതായത് കേൾക്കുന്ന സമയത്ത് അത്രയും മധുരമായ സംഗീതം, പക്ഷെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് മനസ്സിന് ഒരുപാടധികം വിഷമം നൽകുന്ന കാഴ്ച. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഭഗവാൻ പറഞ്ഞതല്ലേ, അതിലെന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും, മാധവൻ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിൽ വിചാരിച്ച് അർജുനൻ തിരിച്ച് ഹസ്തിനാപുരിയിലേക്ക് മടങ്ങുകയാണ്. ഈ അർജുനൻ കണ്ട കാഴ്ചയെ വേറെ രീതിയിൽ കൂടെ പറയുന്നുണ്ട്. അതായത് അർജുനൻ അടുത്തേക്ക് പോയിട്ട് അമ്പ് കണ്ട സ്ഥാനത്ത് പോയി നോക്കുമ്പോൾ ഒരു കഴുകൻ ഇങ്ങനെ മാംസം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെന്താണ് ഈ കഴുകൻ ചെയ്യുന്നത് എന്ന് അടുത്ത് ചെന്ന് നോക്കിയ സമയത്ത് അർജുനന് കാണുകയാണ് അതിന്റെ ചിറകുകളിലെല്ലാം വേദങ്ങളാണ്, മഹത് ഗ്രന്ഥങ്ങളിലെ വേദങ്ങളാണ് ലിഖിതമായിരിക്കുന്നത്, എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് അതിന്റെ 2 ചിറകളിലും അതിമഹത്കരമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്, ഇതിനകത്ത് ഗ്രന്ഥങ്ങളിലുള്ള വലിയ വലിയ വേദങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കാണുന്ന അർജുനന് വളരെയധികം എന്താ പറയാ ആശ്ചര്യം തോന്നുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് തോന്നുകയാണ്. ഈ 2 രീതിയിലുള്ള വാദങ്ങൾ ഉണ്ട് കേട്ടോ. അർജുനൻ കണ്ട കാഴ്ച എന്ന രീതിയിൽ 2 തരത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ 2 കാഴ്ചകളെയും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് നകുലന്റെ ഊഴമാണ്. നകുലൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, നകുലൻ അമ്പൊക്കെ കണ്ടെത്തി അമ്പ് ശേഖരിച്ചു. ആ സ്ഥലത്ത് നിന്ന് നകുലൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു വലിയ ജനക്കൂട്ടമാണ്. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി ആ ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് നകുലൻ പോകുമ്പോൾ അവിടെ ഒരു പശുക്കുഞ്ഞ് അതിന്റെ കുഞ്ഞിനെ ജന്മം നൽകി. അതായത് ജനിച്ചു വീണിരിക്കുകയാണ് പശുക്കുഞ്ഞ്. പക്ഷെ ആ ജനിച്ചു വീണ ആ ഒരു കുഞ്ഞിന്റെ മേല് മുഴുവൻ വ്രണങ്ങളാണ്, മുറിവുകളാണ്. അപ്പൊ എന്താണെന്ന് നോക്കുന്ന സമയത്താണ് കാണുന്നത് ഈ അമ്മ പശു കുഞ്ഞിനെ നക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ ശരീരം വൃത്തിയാക്കുകയും അതിനെ സ്നേഹിക്കുന്നതിന്റെയും ഭാഗമായിട്ട് ഈ ജനിച്ചു വീണ കുഞ്ഞിനെ നക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ നക്കുന്ന ഭാഗത്തെല്ലാം അതിന് മുറിവുകൾ, അതായത് പശുക്കുഞ്ഞിന് മുറിവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജനവാസികളെല്ലാം അടുത്ത് നിൽക്കുന്ന എല്ലാ ആൾക്കാരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അവരൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവരിത് കണ്ടുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നകുലൻ കാണുന്നത്. അവസാനമായി സഹദേവന്റെ കാഴ്ചയാണ്. സഹദേവൻ അമ്പ് ശേഖരിച്ച സ്ഥലത്തിൽ നിന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ
വലിയ മലയുടെ മുകളിൽ നിന്ന് അത്രയേറെ ഭാരമുള്ള ഒരു കല്ല് ഉരുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കല്ല് ഉരുണ്ട് വരുന്ന സമയത്ത് അതിന്റെ ഇടയിലുള്ള വലിയ വലിയ മരങ്ങളെയൊക്കെ അത് തട്ടി ചിതറി പോകുന്നുണ്ട്. അങ്ങനെ പക്ഷെ ആ കല്ല് ഉരുണ്ട് വരുമ്പോൾ ഒരു ചെറിയ സസ്യമുണ്ട്. ആ സസ്യത്തിന്റെ അവിടെ വെച്ച് ഈ കല്ല് അങ്ങനെ അങ്ങ് തങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ സഹദേവന് വളരെയധികം അത്ഭുതം തോന്നുക. കാരണം അത്ര വലിയ വലിയ ഘടാഘടീയനായ മരത്തിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് വരുന്ന ആ കല്ല് ചെറിയ ഒരു സസ്യത്തിന്റെ ആ ഒരു സ്പർശനം തട്ടുമ്പോൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ച കാണുമ്പോൾ സഹദേവന് വളരെയധികം അത്ഭുതം തോന്നുകയാണ്. കണ്ട കാഴ്ച എന്തായാലും മനസ്സിൽ ശേഖരിച്ച് തിരിച്ച് ഹസ്തിനാപുരത്തേക്ക് മടങ്ങുകയാണ്. അങ്ങനെ പഞ്ചപാണ്ഡവരെല്ലാവരും ഹസ്തിനാപുരത്തേക്ക് എത്തി. അങ്ങനെ അവിടെ അവരെയും കാത്ത് കണ്ണൻ, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാത്തിരിക്കുകയാണ്. കാരണം അവർ കണ്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് തന്നെ വളരെ അത്ഭുതകരമായ കാര്യമാണ്. അപ്പോൾ ഓരോരുത്തരെയും വിളിച്ചിരുത്തി ഭഗവാൻ ചോദിക്കുകയാണ്, കണ്ട് തൃപ്തി അണഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എല്ലാവരും വളരെയധികം എല്ലാവരുടെയും മുഖത്തും അത്ഭുതവും ആശ്ചര്യവും എന്തൊക്കെയാ പറയാ, ആകുലതയും വ്യാകുലതയും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് പഞ്ചപാണ്ഡവരുടെ മുഖത്ത്. അങ്ങനെ ഭഗവാൻ ഓരോരുത്തരെയും വിളിച്ച് ഓരോരുത്തരോടുമായിട്ട് എന്താണ് കണ്ടത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ആ കണ്ട കാഴ്ചയിൽ നിന്ന് എന്തായിരിക്കും കലിയുഗം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ഊഴം എന്ന് പറയുന്നത് യുധിഷ്ഠിരന്റെ ആണ്. അപ്പൊ യുധിഷ്ഠിരനോട് ഭഗവാൻ ചോദിക്കുകയാണ്, എന്താണ് യുധിഷ്ഠിര നിങ്ങൾ കണ്ടത് എന്ന്. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാന് ഒരു വലിയ ആനയെ കണ്ടു. പക്ഷെ ആ ആനയ്ക്ക് 2 തുമ്പിക്കൈ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഭഗവാനെ ഇങ്ങനെ, ഇതുപോലൊരു സൃഷ്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇത് എന്ന് പറയുന്നത് കലിയുഗത്തിന്റെ ആരംഭഘട്ടത്തിൽ മനുഷ്യന്റെ സ്വഭാവമായിരിക്കും. അതായത് മനുഷ്യന് ഏതൊരു വ്യക്തിക്കായാലും 2 മുഖമുണ്ടാവും. അവൻ സന്ദർഭത്തിനനുസരിച്ച് മാറാൻ പ്രാപ്തിയുള്ളവനായിരിക്കും. അതായത് പല വ്യക്തികളെ കാണുമ്പോൾ പലതരം സ്വഭാവങ്ങൾ പ്രകടമാക്കുന്ന രീതിയിലുള്ള മനുഷ്യന്മാരായിരിക്കും കലിയുഗത്തിൽ ഉണ്ടാവുന്നത്. സ്ഥായിയായ ഒരു സ്വഭാവം, സ്ഥായിയായ ഒരു രീതി ഒരു വ്യക്തികൾക്കും കലിയുഗത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് യുധിഷ്ഠിരനോട് ഭഗവാൻ പറയുന്നത്. അടുത്തത് ഭീമസേനന്റെ ഊഴമായിരുന്നു. ഭീമസേനൻ ഭഗവാനോട് വളരെയധികം ആശങ്കയോടെ അദ്ദേഹം കണ്ട കാഴ്ച പറയുകയാണ്. അതായത് ഭഗവാനെ മാധവ, ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കിണറുണ്ടായിരുന്നു. അതിന്റെ ചുറ്റും 4 കിണറുകൾ ഉണ്ടായിരുന്നു. ആ 4 കിണറുകളിലും വെള്ളം ഇങ്ങനെ നിറഞ്ഞു കവിയുകയാണ്. പക്ഷേ നടുക്കിൽ നിൽക്കുന്ന ആ കിണറിൽ ഒരിറ്റു പോലും വെള്ളമില്ല. അതെന്തുകൊണ്ടാണ് ഭഗവാനെ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കാരണമെന്ന് ഭീമസേനൻ ഭഗവാനോടായിട്ട് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, ഇതാണ് കലിയുഗത്തിന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത്. സമ്പന്നരായ വ്യക്തികളുടെ ഒത്ത നടുക്കിലായിരിക്കും ദരിദ്രതയുടെ ഏറ്റവും വലിയ ആഴക്കടൽ കാണാനായിട്ട് സാധിക്കുക. അതായത് എത്ര സമ്പന്നരുണ്ടെങ്കിലും ഈ സമ്പന്നർക്കൊന്നും ദരിദ്രരായ ഒരു വ്യക്തിയെ പോലും സഹായിക്കാനുള്ള മഹാമനസ്കത ഇല്ലാതെ ആകുന്ന ഒരു യുഗമാണ് കലിയുഗം എന്നത്. സമ്പത്തുള്ളവൻ എന്നും ആ സമ്പത്ത് വെച്ച് ആർഭാടം കാണിക്കും. അങ്ങനെയാണെങ്കിൽ ദരിദ്രനെ കുറച്ച് സഹായിക്കാം എന്നുള്ളൊരു ചിന്താഗതി പോലും അവർക്കാർക്കും ഉണ്ടാവില്ല എന്നതാണ് ഭഗവാൻ പറയുന്നത്. എല്ലാവർക്കും പൈസയുടെ പേരിലും സമ്പത്തിന്റെ പേരിലും അത്യാർത്തി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന യുഗമായിരിക്കും കലിയുഗം എന്ന്. അടുത്തതായി അർജുനന്റെ കാഴ്ചയാണ് അർജുനൻ വർണ്ണിക്കുന്നത്. അതായത് അർജുനൻ ഭഗവാനോട് പറയണ, ഞാൻ വളരെയധികം മനസ്സിന് ദുഃഖമേറുന്ന ഒരു കാഴ്ചയാണ് ഭഗവാനെ കണ്ടത്. അതായത് ഒരു കുയില് അതിമധുരമായി പാട്ട് പാടുന്നുണ്ട്. പക്ഷേ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ജീവനുള്ള ഒരു മുയലിന്റെ ഭാഗങ്ങൾ, അംശങ്ങൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇത്രയും മധുരമായിട്ട് അത് പാട്ട് പാടുന്നത്. ഇതെങ്ങനെയാണ് ഭഗവാനെ ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇത് കലിയുഗത്തിന്റെ മറ്റൊരു മുഖമാണ്. അതായത് അത്രമേൽ കഴിവും അത്രമേൽ പ്രാപ്തിയും അത്ര വലിയ ഒരു എന്താ പറയാ, ഒരു വലിയ കഴിവിന്റെ ഉടമയായിരിക്കും ഒരു വ്യക്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വലിയ പാണ്ഡിത്യം ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന്റെ ആ പാണ്ഡിത്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന അതേ വേളയിൽ തന്നെ അതിന്റെ മറ്റൊരു വശത്ത് അത്രമേൽ ദുഷ്പ്രവൃത്തിയിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം എന്ന്. അതായത് കുയിലിന്റെ സവിശേഷത എന്ന് പറയുന്നത് കുയിലിനെ നല്ല അസലായിട്ട് പാടാനായിട്ട് സാധിക്കും. പക്ഷേ അത് അത്ര മധുരമായി പാടുന്ന അതേ വേളയിൽ തന്നെ അത് എത്ര ഹീനമായ പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ആയിരിക്കും കലിയുഗത്തിലെ മനുഷ്യന്മാര്. വലിയ വലിയ കഴിവുകളും വലിയ വലിയ പ്രാപ്തിയും വലിയ രീതിയിൽ വലിയ കാര്യങ്ങൾ, വലിയ പാണ്ഡിത്യമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും കലിയുഗത്തിൽ ഉണ്ടാവുക. പക്ഷേ അതിന്റെ മറുവശത്ത് അവരേർപ്പെടുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അത്ര
അത്രമേൽ ഹീന പ്രവർത്തികളിലായിരിക്കും അവർ ഏർപ്പെടുക എന്നതാണ് ഭഗവാൻ അർജുനനോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, അർജുനന്റെ കാഴ്ച രണ്ട് രീതിയിലായിട്ട് വരുന്നുണ്ട്. അതായത് ഒരു കഴുകൻ അതൊരു മാംസം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ അടുത്ത് പോയി അർജുനൻ നോക്കിയ സമയത്ത് അതിന്റെ ചിറകുകളിലെല്ലാം വേദഗ്രന്ഥങ്ങളെല്ലാം ലിഖിതമായിരിക്കുന്നത് കാണുന്നു. ഇതേ ആശയം തന്നെയാണ് ഈ ഒരു കാഴ്ചയിലും വരുന്നത്. അതായത് വേദങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്, വേദങ്ങൾ എപ്പോഴും പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരാണ് അതെപ്പോഴും അതിന് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ ഈ വേദങ്ങളെല്ലാം അറിഞ്ഞ് പഠിച്ചു വെച്ചിരിക്കുന്ന വ്യക്തികൾ തന്നെ ഈ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വേറൊരു ഭാഗത്ത് മറ്റ് ഒരു ഹീന പ്രവൃത്തിയിൽ ഏർപ്പെടും എന്ന ഇതേ ആശയം തന്നെയാണ് അർജുനൻ കണ്ട രണ്ടാമത്തെ കാഴ്ചയിലൂടെയും നമുക്ക് ഭഗവാൻ വ്യക്തമാക്കി തരുന്നത്. അടുത്തതായി നകുലൻ താൻ കണ്ട കാഴ്ച ഭഗവാനോടായിട്ട് പറയുകയാണ്. അതായത് ജനിച്ച വീണ ഒരു പൈക്കിടാവിനെ അതിന്റെ മാതാവ്, അതിന്റെ അമ്മ പശു നക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ നക്കും തോറും അതിന്റെ ശരീരത്തിലെല്ലാം വ്രണങ്ങളും മുറിവുകളൊക്കെ ആയിട്ട് വന്ന് അത് പൊട്ടി അതിൽ കൂടെ രക്തം വരാനൊക്കെ തുടങ്ങുകയാണ്. പിന്നെ എന്തിനാണ് ഈ മാതാവ് ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് ഈ അമ്മ പശു ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് നകുലൻ ഭഗവാനോടായിട്ട് ചോദിക്കുന്നത്. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, കലിയുഗത്തിന്റെ മറ്റൊരു മുഖം എന്ന് പറയുന്നത് മാതാപിതാക്കൾ പുത്രവാത്സല്യത്തിന്റെ പേരിൽ തൻ്റെ മക്കളെ അമിതമായി സ്നേഹിച്ച് ആ മക്കൾക്ക് തന്നെ വിനാശം വരുത്തി വെക്കും എന്നതാണ് പറയുന്നത്. അതായത് അതിന്റെ ഉത്തമ ഉദാഹരണം ദ്വാപര യുഗത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞു. അതായത് ധൃതരാഷ്ട്രർ വലിയൊരു ഉദാഹരണമാണ്. പുത്രവാത്സല്യം കൊണ്ട് പുത്രന്റെ മരണം വരെ സംഭവിപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം അദ്ദേഹം പുത്രൻ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ദുഷ്പ്രവർത്തിക്കും തടസ്സം നിന്നില്ല എന്ന് മാത്രമല്ല, മുഴുവൻ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇനി കലിയുഗത്തിലും എന്ന് പറയും. പുത്രവാത്സല്യത്തിന്റെ അന്ധതയിൽ പുത്രനോടും അല്ലെങ്കിൽ സന്താനങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ സന്താനങ്ങൾക്ക് വിനാശം വരെ സംഭവിപ്പിക്കും അച്ഛനമ്മമാർ എന്നതാണ് പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാൻ. അവസാനമായി സഹദേവന്റെ കാഴ്ചയാണ്. സഹദേവൻ കണ്ടത് എന്താണ് എന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ സഹദേവൻ പറയുകയാണ്, ഒരു വലിയ കുന്നിന്റെ മുകളിൽ നിന്ന് അത്രമേൽ ഭാരമുള്ള ഒരു കല്ല് ഉരുണ്ട് വരികയാണ്. അത് ഘടാഘടയന്മാരായ വലിയ വലിയ മരങ്ങളെയും വലിയ വലിയ മറ്റു കല്ലുകളെയൊക്കെ താരണം ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷേ ഒരു ചെറിയൊരു ചെടിയുടെ അറ്റത്തത് എത്തിയപ്പോൾ ആ കല്ല് അവിടെ നിൽക്കുകയാണ്. അതെന്തുകൊണ്ടാണ് ഭഗവാനെ അങ്ങനെ എന്ന് സഹദേവൻ ഭഗവാനോടായിട്ട് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, നീ കണ്ട ഈ കാഴ്ച എന്ന് പറയുന്നത് കലിയുഗത്തിലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു വലിയ ചിത്രമാണ്. അതായത് മനുഷ്യ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങളും അനേകം ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവും. അതെല്ലാം ഈ ഘോഷയാത്ര പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പക്ഷേ അതെവിടെയാണ് അതിനൊരു ശമനം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, ഏതൊരു വ്യക്തിയുടെ ഉള്ളിലാണോ ഭക്തിയുടെയും സ്നേഹത്തിന്റെയും കരുണയുടെയും ഒരു ചെറിയ സസ്യം വളരുന്നത്, അവിടെ ഈ വലിയ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കൊക്കെ ഒരു ചെറിയ ശമനമുണ്ടാവുമെന്നാണ് ഭഗവാൻ സഹദേവനോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഈ കലിയുഗത്തില് മനുഷ്യർക്ക് നല്ല രീതിയിൽ ജീവിച്ചു മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സഹജീവികളോട് കരുണയും വാത്സല്യവും ചെറിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകളും മാത്രമല്ല ഭഗവത് സ്മരണ, അത് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു കലിയുഗത്തിൽ എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ ഭാരമേറിയ ദുഃഖങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാവുള്ളൂ എന്നാണ് ഭഗവാൻ ആരോടായിട്ട് പറയുന്നത്, സഹദേവനോടായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പഞ്ചപാണ്ഡവർക്കുമായിട്ട് കലിയുഗത്തിനെ കുറിച്ചൊരു വലിയ ആമുഖം കൊടുക്കുകയാണ് ഭഗവാൻ. സത്വയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലൊക്കെ ഭഗവാനെ പ്രസന്നനാക്കാൻ, ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് ഘോര തപസ്സുകളൊക്കെ ചെയ്യണം. പക്ഷെ കലിയുഗത്തിൽ ഭഗവത് സംപ്രീതി നേടാനായിട്ട് നമുക്ക് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ തന്നെ പ്രാപ്തമാണ് മതി എന്നാണ് പറയുന്നത്. കാരണം കലിയുഗം എന്ന് പറയുന്നത് അത്രമേൽ ദുഷ്ടതരങ്ങളും അത്രമേൽ ദുരിതങ്ങളും നിറഞ്ഞ ഒരു യുഗമാണ്. ഈ യുഗത്തിൽ നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് നമ്മൾ ഭഗവാനെ സ്മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് തന്നെ ഭഗവാന് വലിയൊരു ഭക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. അത് തന്നെ ഭഗവാൻ വലിയൊരു വലിയ ഒരു കാര്യമായിട്ടാണ് ഭഗവാൻ കണക്കാക്കുന്നത്. കാരണം കലിയുഗം എന്ന് പറയുന്നത് അത്രമേൽ ദുരിതങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഒരു യുഗമാണ്. ഭഗവത് പ്രാപ്തിക്കായിട്ടും സ്വർഗപ്രാപ്തിക്കായിട്ടും നമുക്ക് ഭഗവാന്റെ നാമസങ്കീർത്തനം തന്നെ പ്രാപ്തമാണ്. അത് തന്നെ മതി നമുക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞ ഈ കഥ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും വീഡിയോസ് ഉണ്ടാവും. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഭഗവാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ഞാൻ ഭഗവാനെ സമർപ്പിക്കുകയാണ്. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീകൃഷ്ണ. ഹരേ കൃഷ്ണ.